കുറേ നാളത്തേക്ക് ശേഷമാണ് നമ്മളൊരു ലോങ് വീഡിയോ ചെയ്യുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത്, ഞാൻ എങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങി, ആരാണ് എന്നെ ഇതിനെ പ്രേരിപ്പിച്ചത്, ഞാൻ എങ്ങനെയാണ് വീഡിയോസ് എടുത്തത്, ആരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തു, ആരൊക്കെ എൻ്റെ അടുത്ത് നെഗറ്റീവ് കമൻസ് പറഞ്ഞു, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ്, എന്നാൽ ചെറിയ കാര്യങ്ങളാണ് നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ ഹക്കൂന മറ്റാറ്റ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സായി. 1000 അല്ല, 1500 ചില്ലറ സബ്സ്ക്രൈബേഴ്സായി. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 2 വർഷമായി. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് ഇത്രയായത്. അതിന് മെയിൻ കാരണവും ഞാൻ തന്നെയാണ്. കാരണം എൻ്റെ മടി. എന്നെ അറിയാവുന്ന എല്ലാവർക്കും, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്കും മനസ്സിലാവും, ഇന്ന് വീഡിയോ ഇട്ടാൽ പിന്നെ അടുത്ത മാസം അടുത്ത വീഡിയോ ഇടുള്ളൂ. അതായിരുന്നു മെയിൻ പ്രശ്നം. ആദ്യമായിട്ട് ഞാൻ ടിക്ടോക്കിലാണ് വീഡിയോ ചെയ്യുന്നത്. ജസ്റ്റ് ഇപ്പോഴത്തെ കാണുന്ന ഒരു സിനിമ ഡയലോഗും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഒരു യൂട്യൂബ് ചാനൽ ആ സമയത്ത് തന്നെ തുടങ്ങി. അത് ജസ്റ്റ് കുക്കിംഗ് മാത്രമായിരുന്നു, അമ്മയുടെ ഹെൽപ്പോടെ ആയിരുന്നു. കാരണം വലിയ പിടുത്തമൊന്നും ഇല്ല ആ സമയത്ത്. അത് കഴിഞ്ഞ് പിന്നെ വീഡിയോ ഒന്നും ഇടാതിരുന്ന് അതിന്റെ അനക്കോ കാര്യങ്ങളൊന്നും ഇല്ല. അമ്മയുടെ ഫോണിലാണ് എടുത്തോണ്ടിരുന്നത്. ആ ഫോണ് പിന്നെ പൊട്ടിപ്പോയി, അങ്ങനെ കുറെ പ്രശ്നമൊക്കെ വന്നപ്പോഴത്തേക്കും അതൊന്നും എടുക്കാതിരുന്നു. പിന്നെ ഏതാണ്ട് ഒരു 3, 4, 5 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് യൂട്യൂബ് ചാനലിലെ കാര്യവും പറഞ്ഞ് എന്നെ ഇങ്ങനെ തള്ളിക്കൊണ്ടിരുന്ന ഒരാളുണ്ടായിരുന്നു. തുടങ്ങിക്കൂടെ എന്ന് പറഞ്ഞു. വേറെ ആരുമല്ല, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഫസാന, എന്റെ ഇസോ. അവളാണ് മെയിൻ കാരണം ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും വീഡിയോ ഇടാനായിട്ട്. ഭയങ്കര സപ്പോർട്ടീവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടീവ് ആണ് ആളെന്ന് പറഞ്ഞാൽ. ചിലരങ്ങനെയാണല്ലോ നമ്മുടെ ലൈഫിൽ നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത, എന്നാൽ നമ്മൾ ഡെയിലി സംസാരിക്കാത്ത ഒരാളുണ്ടാവുമല്ലോ. അതാണ് എന്റെ ഫ്രണ്ട് ഫസാന. ഫ്രണ്ട് ഒന്നും അല്ല, അവൾ അതിലും ബിയോണ്ട് ആണ്. കാരണം എന്റെ A to Z കാര്യങ്ങള്, അതുപോലെ തന്നെ അതായത് അവളുടെ വിഷമങ്ങളൊന്നും പറയുന്നില്ല. ഡെയിലി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. പക്ഷെ അവളുടെ ഒരു മെസ്സേജ് വരും ആ ഒരു കറക്റ്റ് സമയമാകുമ്പം, സുഖാണോ, എന്ത് ചെയ്യുന്നു, അങ്ങനെയൊക്കെ. അപ്പം അങ്ങനെ ഒരാളുള്ളത് ഭയങ്കര ബ്ലെസ്സിങ് ആണ്. അങ്ങനെ ഒരാളാണ് ഫസാന. അങ്ങനെ ഞാൻ ഹക്കൂന മറ്റാറ്റ 0.25 എന്നും പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. ഈ ഹക്കൂന മറ്റാറ്റ എന്നുള്ള പേര് കുറെ പേർക്ക് അറിയായിരിക്കും, അറിഞ്ഞൂടാത്തവരും കാണും. ലയൺ കിങ് സിനിമ, അതിൽ നിന്ന് കിട്ടിയ ഒരു വാക്കാണിത്. അതിനുശേഷം ഈ 0.25 എന്തിനിട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 25th ആണ് എന്റെ ബർത്ത്ഡേ ഡേറ്റ്. അങ്ങനെ ഞാൻ 0.25 എന്നും പറഞ്ഞുകൊണ്ടിട്ടത്. അങ്ങനെ ചാനൽ തുടങ്ങി. ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ്, ഒരു ഫ്രൈഡ് റൈസിന്റെ വീഡിയോ ആണ്. പെട്ടെന്ന് അങ്ങ് ചെയ്തു. അതങ്ങനെ വീഡിയോ ഇട്ടു. ഒരു ഉച്ചയ്ക്കാണ് ഞാനത് ചെയ്യുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇട്ടു. ഞാൻ ആദ്യം തന്നെ എന്റെ ഫേസ് ഒക്കെ കാണിച്ചുകൊണ്ട് തന്നെയാണ് വീഡിയോ ഇടുന്നത്. അതിൽ എനിക്ക് വലിയ നാണക്കേടൊന്നും തോന്നിയില്ല. എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. വീഡിയോ ഇടരുത്, വെക്കരുത്, അങ്ങനെയല്ല. ഈ പബ്ലിക് സ്ഥലത്തൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കണമെന്നും അച്ഛൻ അത്ര ഇഷ്ടമുള്ള കാര്യമല്ലേ. പക്ഷെ പിന്നീട് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ആളും എന്റെ അച്ഛനാണ്. കാരണം 1-2 വീഡിയോ കേൾക്കുന്ന ഇഷ്ടമല്ലായിരുന്നു. വേറെ പണിയില്ലേ, ഇത് ഞാൻ പിന്നെ എന്ത് ചെയ്താലും എന്റെ അച്ഛൻ ചോദിക്കുന്നത് എനിക്ക് വേറെ പണിയില്ലേന്ന്. പക്ഷെ ആ ചോദ്യമാണ് എനിക്ക് എല്ലാം ചെയ്യാൻ ഇങ്ങനെ ഞാൻ ചെയ്ത് കാണിക്കും എന്നുള്ള രീതിക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എന്റെ ഫസാന കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ആളാണ് എന്റെ വേറൊരു ഫ്രണ്ട് അപ്പു. പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് സപ്പോർട്ടീവ് ആയിരുന്നു. അത് എന്ന് വെച്ചാൽ ഐഡിയാസും കാര്യങ്ങളൊന്നും ഇല്ല, എന്നാലും ഞാൻ എന്തു പറഞ്ഞാലും കേട്ടോണ്ടിരിക്കും. അതായത് ഞാൻ ഇങ്ങനെ ചെയ്തൂടെ, അങ്ങനെ ചെയ്തൂടെ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ചെയ്യാം, കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പൊ അങ്ങനെ വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേരെന്ന് പറയുമ്പോഴത്തേക്കും എന്റെ വീടിന്റെ അടുത്ത് മനു എന്ന് വരുന്ന ഒരു പയ്യനുണ്ട്. അവൻ എന്നെ കാണുമ്പോഴത്രയും ദൂരെ യൂട്യൂബർ എന്ന് വിളിക്കും. അവനാണ് ആദ്യമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത്, ചേച്ചി ഈ ഫോണിൽ എടുക്കല്ലേ, വേറൊരു ഫോൺ വാങ്ങി അതിലിട്, ക്ലാരിറ്റി കുറവാണ് എന്ന് അവനാണ് എൻ്റെ അടുത്ത് ആദ്യമായിട്ട് പറയുന്നത്. ആദ്യമായിട്ട് എന്റെ ക്യാമറാമാൻ എന്ന് പറയുന്നത് എന്റെ അനിയത്തിയാണ്. പ്രത്യക്ഷത്തിൽ പുള്ളി വരത്തില്ല, പക്ഷെ പരോക്ഷത്തിൽ എല്ലാത്തിലും ഉണ്ട്. അതായത് അവളാണ് എന്റെ ലക്കി ചാം എന്ന് വേണമെങ്കിൽ പറയാം. ഏതൊരു കാര്യത്തിനും എന്നെ അങ്ങനെ ചെയ്തൂടെ, ഇങ്ങനെ ചെയ്തൂടെ എന്നുള്ള ഐഡിയാസും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്നത് അവളാണ്. ഇപ്പം ആള് കല്യാണമൊക്കെ കഴിഞ്ഞു പോയി. അപ്പൊ അനിയത്തിയാണ് എല്ലാത്തിലും ചെയ്യുന്നത്. പക്ഷെ എന്നിപ്പോ പോലും ആളുടെ ഹസ്ബൻഡിന്റെ അനിയത്തി, രണ്ടുപേരും സെയിം ഏജ് ആണ്. അതായത് എന്റെ അനിയത്തിയും ഹസ്ബൻഡിന്റെ അനിയത്തിയും സെയിം ഏജ് ആണ്. ആള് ഭയങ്കര സപ്പോർട്ടീവാ. ദേവിക, നമ്മള് കുട്ടുന്ന വിളിക്കുന്നത്. അപ്പൊ ആള് ഭയങ്കര സപ്പോർട്ടീവാ. വീഡിയോ ഒന്നും ഇട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ആളിങ്ങനെ നമ്മളെ ചേച്ചിമാര് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കില്ലേ, ഇത് ഇടാത്തത്, ആ രീതിക്കുള്ള ടോണിലാണ് ആള് ചോദിക്കുന്നത്. അന്ന് ഡെയിലി വീഡിയോ ഇട്ടുകൂടെ, എന്തിനാണ് ഇവിടെ പണി, അങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. ആളും ഭയങ്കര സപ്പോർട്ടീവാണ്. ഞാൻ ബ്ലസ്ഡ് ആണ് എന്റെ അനിയത്തിയുടെ ആ ഹസ്ബൻഡിന്റെ ഒരു ഫാമിലി എന്ന് പറയുന്നത്. അപ്പൊ അവരും. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്റെ ഒരു ഫ്രണ്ട് സുഭിജിത്ത്, ഒരുപാട് രീതിയിൽ ഐഡിയാസും കാര്യങ്ങളും ഒക്കെ കൊണ്ടുതരുന്നത് സുഭിജിത്താണ്. ഞാൻ ഏതൊരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് കൊണ്ടുവന്ന് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ കാണിക്കുന്നത് എന്റെ അമ്മയാണ്. അമ്മയ്ക്ക് അതിനെ കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നും ഇല്ല. പക്ഷെ എന്നിരുന്നാൽ പോലും കാണുമ്പോൾ കൊള്ളാമെങ്കിൽ അമ്മ കൊള്ളാം മക്കളെ എന്തെങ്കിലും അമ്മ പറയും. പിന്നെ എന്തെങ്കിലും തെറ്റുപറ്റുണ്ടെങ്കിൽ അമ്മ പറയും. ലാസ്റ്റ് ഫൈനലായിട്ട് ഇപ്പോഴാണെങ്കിൽ ഇപ്പോൾ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് അമ്മയെ കൊണ്ടുവന്ന് കാണിക്കുമ്പോഴത്തേക്കും അമ്മ എങ്ങനെ ഉണ്ട് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അമ്മ വരുന്നുണ്ട്, കൊള്ളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, പെർഫെക്റ്റ് ആണ്. അല്ല ഇങ്ങനെ മുഖത്തൊരു വാട്ടം വരും. കാരണം വിഷമിക്കേണ്ടെന്ന് വിചാരിച്ച ആളുടെ മുഖം ഒന്ന് മാറും. ആ സമയത്ത് മനസ്സിലാവും എവിടെയോ എന്തോ ഒരു പാളിച്ച പോലെ.
അങ്ങനെ അതൊക്കെ ഞാൻ കറക്റ്റ് ചെയ്തെടുത്തിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ചൊരു പുണ്ണാക്കും എനിക്ക് അറിഞ്ഞൂടാ എന്നുള്ളതാണ്. എല്ലാവരും വീഡിയോ ഇടുന്നു, ഞാനും അതുപോലെ എന്തൊക്കെയോ ഇട്ട് തുടങ്ങി. അങ്ങനെയൊക്കെയാണ് ചെയ്തു തുടങ്ങിയത്. പിന്നെ എൻ്റെ ഫ്രണ്ട് അപ്പു ആണ് എനിക്ക് വീഡിയോ ഓക്കെ നല്ല രീതിക്ക് പോകുന്നു, എൻ്റെ അനിയത്തി കല്യാണം കഴിഞ്ഞ് പോയി, എനിക്ക് വീഡിയോ എടുത്തു തരാൻ ആളില്ല. കാരണം അമ്മ ഹൗസ് വൈഫാണ്, അമ്മയ്ക്ക് അടുക്കളയിൽ അമ്മയുടേതായ കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ അച്ഛൻ ജോലിക്ക് പോകുന്നു. അപ്പോൾ എനിക്ക് വീഡിയോ എടുത്തു തരാൻ ആരുമില്ലാന്നായപ്പം അവനാണ് എനിക്കൊരു ട്രൈപോഡ് മേടിച്ച് തന്നിട്ട് അവൻ പറഞ്ഞു ഇത് വെച്ച് നീ വീഡിയോ എടുക്കുക എന്നുള്ള ഇതിൽ അവനാണ് എനിക്ക് ഭയങ്കര സപ്പോർട്ടീവായിട്ട് എൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞത്. ഏറ്റവും കൂടുതൽ ഞാൻ മുന്നോട്ട് പോകണം, ഉയർന്നു വരണം എന്ന് എൻ്റെ പാരൻസ് കഴിഞ്ഞാൽ പിന്നെ ചിന്തിക്കുന്ന രണ്ടുപേരാണ്. ഒന്നെൻ്റെ ഇസും പിന്നെ അപ്പും. ഇവർ രണ്ടുപേരും എന്ന് വെച്ചാൽ എൻ്റെ കൂടെ ഒരു 10-15 വർഷത്തിൽ കൂടുതലായിട്ടുള്ള രണ്ടുപേരാണ് ഇവർ. എൻ്റെ പാർട്ട് ഓഫ് ലൈഫാണ് ഇവർ രണ്ടുപേരും എന്ന് പറയാം. ഞാൻ ആദ്യം എടുത്തിരുന്ന ഫോൺ എന്ന് പറഞ്ഞാൽ ഇതാണ് Redmi Note 9 Pro. ഇതാണ് ഞാൻ ആദ്യമായിട്ട് ലൈഫിൽ എൻ്റെ സമ്പാദ്യം എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ചിട്ടി കെട്ടി മേടിച്ചത്. ഇതിലാണ് ഞാൻ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് സാംസങ്ങിലാണ്. അപ്പോൾ അത് എൻ്റെ ഒരു ഫ്രണ്ട് നജ്മുദ്ദീൻ, പുള്ളിക്കാരനാണ് അതെനിക്ക് അതിനെക്കുറിച്ചുള്ള സജഷനും കാര്യങ്ങളും. കാരണം എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒന്നും അറിയത്തില്ല. അപ്പോൾ അവൻ എടുത്തതെന്ന് പറഞ്ഞാൽ അവനക്ക് വീഡിയോ എടുക്കാമല്ലോ എന്ന് പറഞ്ഞാണ് അവനത് എനിക്ക് തന്നത്, മീൻസ് വാങ്ങാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തത്. പിന്നെ അതിന് ഒത്തിരി പേര് എനിക്ക് നെഗറ്റീവ് എന്ന് പറയാനായിട്ട് അങ്ങനെ വലുതായിട്ട് ആരുമില്ല. ഏറ്റവും കൂടുതൽ എൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് 4 ചുറ്റും പോസിറ്റീവ് മാത്രമേ ഉള്ളൂ. ഒരു 2-3 ദിവസം വരെ വീഡിയോ ഇടാതിരുന്ന് കഴിഞ്ഞാൽ ആരൊക്കെയാണ് എൻ്റെ അടുത്ത് ചോദിക്കണേന്ന് എനിക്ക് അറിയത്തില്ല, എന്ത് വീഡിയോ ഇടാത്തത് എന്ന് പോലും. അതിലെനിക്ക് എടുത്തു പറയാനായിട്ടുള്ള 3 പേരാണ്. ഒന്ന് റഫ്സാന, ഒന്ന് ഫർഹാൻ, പിന്നെ ഒന്ന് ആദിത്യ ചിക്കു. ഇവർ 3 പേരും എൻ്റെ ജൂനിയേഴ്സ് ആണ്. പക്ഷേ വീഡിയോ ഡിലേ ആവേ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്ക് ഒരു മെസ്സേജ് വരും, എന്താ വീഡിയോ ഒന്നും ഇപ്പോൾ ഇടാത്ത ചേച്ചി എന്നും ചോദിച്ചുകൊണ്ട്. ഭയങ്കര സപ്പോർട്ടീവാണ്. അതുപോലെ തന്നെ എൻ്റെ നാട്ടുകാരാണെങ്കിൽ പോലും അവരാരും എന്നെ ഇതുവരെ ഒരു കാര്യം പറഞ്ഞ് കളിയാക്കിയിട്ടില്ല. അങ്ങനെ എല്ലാം നല്ല രീതിക്ക് തന്നെയാണ് പോണത്. ഇതുവരെ വർക്ക് ചെയ്തിരുന്ന സ്ഥലത്താണെങ്കിൽ പോലും, ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്തിരുന്നിടത്താണെങ്കിൽ പോലും ലോങ് വീഡിയോസ് ഇടണം, ഷോർട്ട് വീഡിയോസ് എങ്ങനെയാണ്, അങ്ങനെ പല രീതിക്ക് പറഞ്ഞു തരുന്ന ആൾക്കാർ മാത്രമേ എനിക്കുള്ളൂ. അല്ലാതെ അങ്ങനെ നെഗറ്റീവായിട്ട് വലുതായിട്ട് പറയാനായിട്ടുണ്ടെങ്കിൽ ഈ ഇടയ്ക്ക് ഒരെണ്ണം ഉണ്ടായി, വേറെ ഒന്നുമില്ല. ഞാനൊരു വോയിസ് ഓവറിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ഹാഫ് സാരി കൊടുക്കുന്നത്, ഞാൻ അതിവിടെ കൊടുത്തേക്കാം. അപ്പോൾ അത് കണ്ടിട്ട് എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു സ്ക്രീൻഷോട്ട്, അതായത് എന്നെ അറിയാമെന്നുള്ള ഒരാൾക്ക് ഈ വീഡിയോ കണ്ട് ഒരാൾ അയച്ചിട്ട് ചോദിച്ചു, ഇതെന്തിപ്പോൾ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടുന്നത്, ഇങ്ങനത്തെ വീഡിയോ ഒക്കെ എന്തെങ്കിലും പറ്റിയോ ആൾക്ക്. എൻ്റെ അടുത്ത് ഡയറക്റ്റ് ചോദിക്കാതെ ആളടുത്താണ് ചോദിച്ചിട്ട് പറഞ്ഞത്. എൻ്റെ ഒരു ഫ്രണ്ട് ആളടുത്ത് ചോദിച്ചിട്ടാണ് പറഞ്ഞത് എന്തിങ്ങനെ ഇടുന്നത്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് വിഷമമായിപ്പോയി. ഞാൻ എന്ന് വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ 2-3 ആഴ്ച മുന്നേ ആയിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് വിഷമമായിപ്പോയി. ഞാൻ ആ വീഡിയോയും പൊക്കി പിടിച്ചുകൊണ്ട് എൻ്റെ ഓഫീസിലുള്ളവരടുത്ത് ചോദിച്ചു, പിന്നെ അതുപോലെ തന്നെ ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് ചോദിച്ചു, അനിയത്തിയെടുത്ത് ചോദിച്ചു, ആരുടെ ഞാൻ ചോദിച്ചു തന്നോട് ഇതിൽ വല്ല കുഴപ്പമുണ്ടോ എന്ന്. പക്ഷേ അവർ പറഞ്ഞു ഇല്ല, അതിന് പ്രത്യേകിച്ച് വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല വീഡിയോ അല്ലേ, സൗണ്ട് ആണെങ്കിലും ഡ്രസ്സ് ആണെങ്കിലും ഒന്നും ഒരു കുഴപ്പമില്ല, ഇത് ആർക്കാണ് ഇത്ര കുഴപ്പമെന്ന് ചോദിച്ചു. അങ്ങനെ അത് എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് വിഷമമായിപ്പോയി. പിന്നെ നെഗറ്റീവ് വരുമ്പോഴത്തേക്കും കൂടുതലും ഇഗ്നോർ ചെയ്യുക എന്നുള്ള ഒരു രീതിക്കാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം നമുക്ക് ഏതൊരു കാര്യം നമ്മളിനിയിപ്പോൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും നെഗറ്റീവ് മാത്രം നോക്കാതിരിക്കുന്ന കുറച്ച് പേരുണ്ട്. പക്ഷേ നെഗറ്റീവിലും പോസിറ്റീവ് കണ്ടുപിടിക്കുന്നവരുണ്ട്. അത് ഇനി പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ ചിറ്റപ്പനാണ്. ഏതാൾക്കൂട്ടത്തിൻ്റെയും ഏതിൻ്റെ ഇടയിൽ നിന്നാലും ഒരൊറ്റ വിളിയാണ് എന്നെ കാണുമ്പോൾ, ഹലോ ഗൈസ് ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ ചുറ്റപ്പനെ കളിയാക്കും. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എൻ്റെ ഫാമിലി ഫുൾ നല്ല വൈബായിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ ഇപ്പോഴും ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്. എനിക്ക് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ആദ്യമായിട്ട് വീഡിയോ ചെയ്യുന്നവരടുത്ത്, അതായത് ബിഗിനർ ആയിട്ടുള്ള എന്നെ പോലെ തന്നെ ഇതിനെക്കുറിച്ച് വലിയ പിടുത്തമൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ കൺസിസ്റ്റൻസി അത് മസ്റ്റാണ്. കാരണം എനിക്ക് പറ്റിയൊരു അബദ്ധമാണ് ഇതിനകത്ത് വെച്ച് തന്നെ. എനിക്ക് ഉറപ്പായിരുന്നു, കാരണം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ട്. എനിക്ക് 4000 വാച്ചേഴ്സും കംപ്ലീറ്റ് 1000 കൂടുതൽ ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സും ആയിരുന്നു. പക്ഷേ ഞാൻ ഒരൊറ്റ ആളുടെ മടി കൊണ്ടാണ് ഇതിപ്പോൾ ഇത്രയും ലാഗായി പോയത്. കറക്റ്റായിട്ട് നമ്മൾ വീഡിയോ ഇടുക, നമ്മൾ എന്തോ ആവട്ടെ, നമ്മൾ നല്ലൊരു ഉദ്ദേശത്തോടെ ഇടുന്ന എന്ത് വീഡിയോ ആവട്ടെ, കറക്റ്റായിട്ട് നമ്മൾ ഷോർട്സ് ആയാലും ലോങ് വീഡിയോ ആയാലും എങ്ങനെയായാലും നമ്മൾ ആദ്യം എന്ന് വെച്ചാൽ ഷോർട്സ് വീഡിയോ ഇടാൻ അങ്ങനെയാണ് ചെയ്തത്. കാരണം ഷോർട്സ് ഇട്ടിട്ട് അത് ഇത്തിരി കയറിയപ്പോഴാണ് ഞാൻ ലോങ് വീഡിയോ ഇടാൻ തുടങ്ങി. പക്ഷേ അതിലും വ്യൂസ് വളരെ കുറവാണ്. ഇപ്പം അതിൽ നിങ്ങൾ നോക്കുമ്പോൾ 100 പേരെ കണ്ടോളൂ, 200 പേരെ കണ്ടോളൂ എന്ന് പറഞ്ഞാൽ പോലും ആ 100 പേരെങ്കിലും കണ്ടല്ലോ, അല്ലെങ്കിൽ ആ 200 പേരോ 50 പേരോ 27 വ്യൂസ് മാത്രമുള്ള വീഡിയോ എനിക്കുണ്ട്. അപ്പം അങ്ങനെ ആൾക്കാർ കണ്ടല്ലോ എന്നുള്ള ഒരു സന്തോഷം എനിക്കുണ്ട്. പിന്നെ എൻ്റെ വീഡിയോ എടുത്ത് വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവും ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ നോയ്സ് ഉണ്ട്, കാര്യമായിട്ട് നോയ്സ് ഉണ്ട്. അപ്പോൾ പിന്നെ ഞാനൊരു മൈക്ക് മേടിച്ചു. ആ മൈക്ക് ഞാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പിശുക്കിൻ്റെ അങ്ങ് ഏറ്റവുമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറഞ്ഞ ഒരു മൈക്കാണ് മേടിച്ചത്. അത് തന്നെയാണ് ഞാൻ ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം ക്ലാരിറ്റി ആണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എന്നാലും എനിക്ക് നല്ല ഇതായിട്ട് തോന്നി. അത് കഴിഞ്ഞ് ഞാനൊരു റിംഗ് ലൈറ്റ് മേടിച്ചു, വലിയൊരു റിംഗ് ലൈറ്റ്. ആ റിംഗ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ വീഴും പൊട്ടും കാരണം ശ്രദ്ധയില്ലായിരുന്നു എനിക്ക്. എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുവയ്ക്കും, പിന്നീട് എടുക്കും, അങ്ങനെ പൊട്ടി അത് 2ആയിട്ട് ഇളകി. പിന്നെ എൻ്റെ ചുറ്റപ്പൻ അതിന് ഒരുമിച്ച് ചേർത്തൊക്കെ വെച്ച് സെറ്റ് ചെയ്തൊക്കെ തന്നു. പക്ഷെ എന്നിരുന്നാലും വീണ്ടും പൊട്ടി അത് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ സ്റ്റാൻഡ് നിന്നായിരുന്നു. പിന്നെ ഞാൻ ചെറിയൊരു റിംഗ് ലൈറ്റ്
മേടിച്ച് അതിൽ കൂടെ വെച്ച് സെറ്റ് ചെയ്ത്, എന്നാലും അത് വലിയ ഇതായിട്ടിരിക്കില്ല. അത് കഴിഞ്ഞിട്ട് എനിക്ക് ആദ്യം, അയ്യോ എൻ്റെ ട്രൈപോഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലല്ലേ, അപ്പോൾ ആദ്യം എനിക്കൊരു ചെറിയൊരു ട്രൈപോഡാണ് ഉണ്ടായിരുന്നത്. ഒരു 3-4 വർഷം മുന്നേ ഞാൻ മേടിച്ചതാണ് ആമസോണിൽ 100 എത്ര രൂപയുടെ ഒരു ട്രൈപോഡ്. അതിന് ശേഷമാണ് ഇപ്പം ഞാൻ നല്ല രീതിക്കുള്ള ഒരു ട്രൈപോഡ് അപ്പോൾ മേടിച്ചത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിങ്ങനെ നല്ല രീതിക്ക് കറക്റ്റായിട്ടൊക്കെ വെക്കൊണ്ടിരിക്കുകയും, ഇനി എനിക്ക് 4000 വാച്ച് അവേഴ്സും കൂടെ കംപ്ലീറ്റ് ചെയ്യണം. അതും കൂടെ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ എൻ്റെ സെക്കൻഡ് കടമ്പ എനിക്ക് കടന്ന് കിട്ടുള്ളൂ. നമ്മൾ പറയുമ്പോൾ അത്ര എളുപ്പമൊന്നുമല്ലേ, നമ്മൾ വിചാരിക്കും ഇപ്പം എന്ത് പാട് എന്നുള്ളത്. പക്ഷേ നമുക്ക് ഇത് ചെയ്യുന്നവർക്ക് മാത്രമേ അറിയാവൂ എന്താണെന്ന്. അല്ല, ഞാനിപ്പോൾ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? അപ്പോൾ ഇതിപ്പോൾ ചെയ്യുന്നവർക്ക്, യൂട്യൂബ് വീഡിയോ ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം വീഡിയോ ആണെങ്കിലും ചെയ്യുന്നവർക്ക് മാത്രമേ അറിയാവൂ ഇത് എങ്ങനെ റീച്ച് ആവും, എങ്ങനെ റീച്ച് ആവില്ല, എവിടെ റീച്ച് ആവും, എപ്പോൾ റീച്ച് ആവും എന്നൊക്കെ ഉള്ളത്. ആദ്യം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന വീഡിയോസ് എന്ന് പറയുന്നത് എങ്ങനെ എന്താണെന്ന് പറയുക, കുക്കിംഗ് ആയിരുന്നു. കുക്കിങ്ങിൽ നിന്ന് പിന്നെ തെന്നി മാറി ഞാൻ എവിടെയൊക്കെ പോവും, എന്തൊക്കെ ചെയ്യും, അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. പിന്നെ ഞാൻ ഭയങ്കര രീതിക്ക് വായിൽ തോന്നുന്ന എന്തൊക്കെയാണോ അങ്ങനെയാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇന്ന കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വെച്ച് പറയുന്ന ആ ഒരു ഇത് എനിക്ക് വരത്തില്ല. വരുന്നു, വീഡിയോ എടുക്കുന്നു, എഡിറ്റ് ചെയ്യുന്നു, എന്തൊക്കെയോ പറയുന്നു. ആദ്യം ഇൻഷോട്ടിലാണ് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പം ഇൻഷോട്ടിലല്ല. അപ്പം അങ്ങനെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ചെറിയ രീതിക്കൊക്കെ നമ്മുടെ ഡേ ടു ഡേ ലൈഫുമായിട്ട് ബന്ധപ്പെടുന്ന രീതിക്കുള്ള വീഡിയോസൊക്കെയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ എല്ലാവരുടെ വീട്ടിലും, ഇപ്പം എൻ്റെ വീട്ടിൽ നടക്കുന്ന കുറേ കാര്യങ്ങളില്ല എല്ലാ വീട്ടിലും നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള കുറേ കാര്യങ്ങൾ, ഇപ്പം എൻ്റെ അനിയത്തി കല്യാണം കഴിഞ്ഞ് പോയി, അപ്പോൾ പുള്ളിക്കാരി വീട്ടിൽ വരുന്ന സമയത്ത് ഉള്ള ആ ഒരു വീഡിയോ, അതാണ് എനിക്ക് ആദ്യമായിട്ട് ക്ലിക്കായത്. അത് ക്ലിക്കാവാൻ കാരണം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അതിൻ്റെ തലേ ദിവസമാണ് എൻ്റെ കൂടെ +2 വരെ പഠിച്ചിരുന്ന ഒരു പയ്യൻ അനന്തു, അവൻ എനിക്ക് മെസ്സേജ് ഇട്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഈ അനന്തു എന്ന് പറയുമ്പോൾ ഒരുപാട് അനന്തുകളുണ്ട് കേട്ടോ. എൻ്റെ കൂടെ കുറേ അനന്തു, കുറേ ആതിര, കുറേ ഗംഗ, അങ്ങനെ കുറേ പേരൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് ഇത്ര വെറൈറ്റി പേരൊക്കെ ഉള്ള പിള്ളേരെ ഞാൻ കാണുന്നത്. പക്ഷേ അന്ന് ഒരു 3-4 അനന്തു, ഒരു 4-5 ആതിര, കുറേ ഫാത്തിമ, അങ്ങനെയൊക്കെയാണ് വെക്കൊണ്ടിരുന്നത്. അപ്പോൾ അനന്തു അതിൻ്റെ തലേ ദിവസമാണ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇട്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത്, നീ വീഡിയോ ചെയ്തോണം, നിർത്തിക്കളയിലും, എന്തെങ്കിലും ഒരു ദിവസം ക്ലിക്കാവും എന്ന് പറഞ്ഞു. അന്നാണ് ഞാനിവ ഇങ്ങനെ ഈ മെസ്സേജ് ഇട്ടത്, ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് കാണുന്നത്. പക്ഷേ പിറ്റേന്ന് ഞാൻ എടുത്തപ്പോഴത്തേക്കും അത് ഒരു 2000-3000 പേര് മാത്രം കണ്ടുകൊണ്ടിരുന്ന ആ ഒരു ഇൻസ്റ്റാഗ്രാം വീഡിയോ പെട്ടെന്ന് അതൊരു 10K, 12K, 30K, 50K അങ്ങനെയൊക്കെ പോകാൻ തുടങ്ങി. അത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഭയങ്കര സപ്പോർട്ടീവായിട്ടാണ് അവൻ പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ പെൺപിള്ളേരാണെങ്കിലും ഫാത്തിമ, അങ്ങനെ കുറേ പേര്, ഫാത്തിമ, ആതിര, അങ്ങനെയൊക്കെ കുറേ പേര് എൻ്റെ അടുത്ത് എന്തിടീ വീഡിയോ ചെയ്യാത്തത് ഇങ്ങനെയാണ് ചോദിക്കണത് എല്ലാവരും. അല്ലാതെ അയ്യോ വളരെ മോശമാണ്, ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നു, അങ്ങനെ നോക്കേണ്ടിയിരുന്നു, ഇതെന്തിനു ചെയ്തത്, അങ്ങനെയൊന്നും ഇന്നേ വരെ ആരും എൻ്റെ അടുത്തൊന്നും ചോദിച്ചിട്ടില്ല. അതെനിക്ക് ഭയങ്കര അനുഗ്രഹമായിട്ടാണ് തോന്നുകയില്ല. ആദ്യത്തേക്ക് എൻ്റെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും, വീട്ടിൽ നിൽക്കുന്ന അതേ കോലത്തിൽ തന്നെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. പിന്നെ ആയപ്പോഴത്തേക്കും എൻ്റെ മാഡം, രേഖ മാഡം എൻ്റെ അടുത്ത് ചോദിച്ചു, കുട്ടി ഇങ്ങനെ അല്ലാതെ ഇച്ചിരി വൃത്തിക്കും എനിക്കൊക്കെ നിന്ന് വീഡിയോ എടുത്തൂടെ എന്ന് ചോദിക്കും. അങ്ങനെ ഞാൻ പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആലോചിച്ചു, എങ്കിൽ പിന്നെ എന്താ അങ്ങനെ വീഡിയോ എടുത്തൂടെ എന്നുള്ള രീതിക്കാണ് ഞാൻ മാറി ചിന്തിക്കാൻ തുടങ്ങി. കാരണം ഫിൽറ്ററും കാര്യങ്ങളൊന്നും ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നില്ല. എങ്ങനെയാണോ അതുപോലെ തന്നെ ഞാൻ എടുക്കുന്നത്. അപ്പം രേഖ മാഡമാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്, ഇച്ചിരി മെച്ചപ്പെട്ടെടുത്തൂടെ എന്നുള്ളത്. എന്തൊക്കെ നമ്മുടെ അടുത്ത് ചെയ്യരുത്, ചെയ്യണം എന്ന് പറഞ്ഞാലും നമുക്ക് നമ്മുടേതായ ഒരു കാഴ്ചപ്പാട്, നമ്മുടേതായ ഇഷ്ടമുണ്ട്. ചിലർ അത് ഇഷ്ടപ്പെടാത്ത രീതിയിൽ, നീ ഭയങ്കര സെൽഫ് ലവ് എന്നുള്ള രീതിക്കും, അതുപോലെ തന്നെ നിനക്ക് നിൻ്റെ അടുത്ത് മാത്രമേ ഇഷ്ടമുള്ളൂ, നീ വേറെ ആരെയും ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ പറയായിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ച് ഒരു ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അച്ഛനായാലും അമ്മയായാലും ആദ്യം അവനവൻ്റെ ചെറിയ ഇഷ്ടങ്ങൾക്കും കൂടെ ജീവിക്കാൻ പഠിക്കുക. കാരണം നമ്മളെ ഇഷ്ടം വിട്ടിട്ട് ബാക്കിയുള്ളവരുടെ ഇഷ്ടങ്ങൾ നിറവേറ്റാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അവിടെ ജീവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഒരു കീ കൊടുത്ത് വിടുന്ന പാവയും അങ്ങനെ ജീവിക്കുന്ന നമ്മളും തമ്മിൽ ഒരു വ്യത്യാസം ഇല്ലെന്നാണ്. നമുക്കും കൂടെ വേണ്ടി ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ മാറ്റി വെക്കുക, നമുക്കിഷ്ടപ്പെട്ട ഫുഡ് വാങ്ങി കഴിക്കുക, നമുക്കിഷ്ടപ്പെട്ട ഒരു ജോഡി ഡ്രസ്സ് മേടിക്കുക, അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പോകാൻ തോന്നിയാൽ പോവുക, അങ്ങനെയൊക്കെ പോവുക. അല്ലാതെ നാളെ ഞാൻ ബാഗ് എടുത്ത് തൂക്കി ഹിമാലയം പോകണം എന്നുള്ള രീതിക്കല്ല പറയുന്നത്. നമ്മളെ എപ്പോഴും സ്നേഹിച്ചു തുടങ്ങും, അപ്പോഴേ നമ്മൾ നമ്മുടെ ചുറ്റുമുള്ളവരെയും കൂടെ സ്നേഹിച്ചു തുടങ്ങുള്ളൂ. അല്ലാതെ എൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ആദ്യം തീരട്ടെ, ഞാൻ എൻ്റെ ജീവിതം അവർക്ക് വേണ്ടി തിരിച്ചിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജീവിക്കും. നമ്മളിപ്പോഴും ഇങ്ങനെ അവർക്കൊരു സപ്പോർട്ടീവായിട്ട് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. നമ്മൾ നമുക്ക് വേണ്ടി ഇവിടെ ജീവിക്കുന്നില്ല. എനിക്ക് അത്രയും പറയാനായിട്ട് ഉള്ളൂ. ഞാനിപ്പം ഇതിപ്പോൾ എന്തിനാണ് പറഞ്ഞതെന്ന് എനിക്കിതിന് വലിയ നിശ്ചയമില്ല. എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ കാണുമല്ലോ. അതായത് ഇങ്ങനത്തെ വീഡിയോ ചെയ്യണം, അങ്ങനെ ചെയ്യരുത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഐഡിയാസോ കാര്യങ്ങളോ ഒക്കെ എൻ്റെ യൂട്യൂബ് ചാനൽ, ഇൻസ്റ്റാഗ്രാം ഒക്കെ അപേക്ഷിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും വ്യൂസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. കാരണം അതനുസരിച്ച് എനിക്ക് മുമ്പോട്ട് പോകാമല്ലോ. നല്ലതിനായാലും ചീത്തയായാലും നമ്മൾ അതിൽ നിന്ന് നല്ലത് മാത്രം എടുത്താൽ പോരെ ആണ്. എന്താ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇത്രയും നേരം വരെ എന്നെ സഹിച്ചതിന് നന്ദി, നമസ്കാരം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ഓക്കെ, ബൈ.